സംസ്ഥാനത്ത് 1200 കോടി രൂപയുടെ GST വെട്ടിപ്പ് നടന്നതായി സംശയം. GST എൻഫോഴ്സ്മെന്റിന്റെ സംസ്ഥാന വ്യാപക റെയ്ഡ് തുടരുന്നു. വ്യാജ രജിസ്ട്രേഷൻ എടുത്ത സ്ഥാപനങ്ങൾ നികുതി വെട്ടിച്ചെന്നാണ് സംശയം. സംസ്ഥാനത്ത് 101 കേന്ദ്രങ്ങളിൽ 300-ലധികം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ, രാജ്യവ്യാപകമായി കഴിഞ്ഞ ജൂലൈയിൽ ഒരു 12,000 കോടിയുടെ വ്യാജ GST വെട്ടിപ്പ് നടന്നു, നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും വ്യാജമായി ഇവർ നേടുന്നുണ്ട്. സംസ്ഥാനത്തും ഏകദേശം 42 സ്ഥാപനങ്ങളെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഈ വ്യാജ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേറെയാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കൃഷ്ണൻ, ഇന്നിപ്പോൾ പുലർച്ചെ ആരംഭിച്ച റെയ്ഡ് എപ്പോഴും തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ ഏതാണ്ട് 700 കോടിക്കടുത്ത് രൂപയുടെ വെട്ടിപ്പ് നടന്നതായുള്ള സൂചനകൾ GSTക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നടന്ന റെയ്ഡിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. ഈ പരിശോധന ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചതാണ്. വളരെ രഹസ്യമായിട്ടായിരുന്നു GST വകുപ്പിൻ്റെ ഈ പരിശോധന. GST വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ നടത്തിയത്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും അത് തുടരുകയും ചെയ്യും. 350ഓളം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ 101 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പരസ്പരം വിവരങ്ങൾ കൈമാറി അത് ലീക്കാകാതിരിക്കാൻ വേണ്ടിയാണ് ഒരേ സമയം ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്, റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി GST അധികൃതർ കരുതുന്നുണ്ട്. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാപാരം നടന്നു എന്ന് കരുതപ്പെടുന്നത്. അത് പട്ടാമ്പി ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിലാണ് ഇപ്പോൾ പരിശോധനകൾ അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി പേർ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിട്ടുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. രാജഗിരിയിലാണ് ഈ GST ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇതിന്റെ വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അധികം വൈകാതെ തന്നെ ലഭ്യമാകും. എന്തായാലും സംസ്ഥാന വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ്. കൃഷ്ണ, ശരി. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യാജ GST രജിസ്ട്രേഷനിലൂടെ നികുതി വെട്ടിപ്പ് നടത്തിയ വിഷയത്തിൽ 101 കേന്ദ്രങ്ങളിലാണ് പരിശോധന ഒരേ സമയം നടക്കുന്നത്.